സുന്ദർ നഗറിൽ ഒരു പ്രശസ്തമായ പക്കോടക്കാരനുണ്ടായിരുന്നു. അവന്റെ പേര് ചന്തു. രാവിലെ എണീക്കുക, രാവിലെ പക്കോട ഉണ്ടാക്കുക, എന്നിട്ട് ദിവസം മുഴുവനും സൈക്കിളിലിരുന്ന് ആ പക്കോട വിറ്റ് തീർക്കുക. അതാണ് അവന്റെ ദിനചര്യകൾ. പക്കാവട വേണോ? പക്കാവട, നല്ല ചൂടുള്ള രസികം പക്കാവട. വരൂ വരൂ, ചൂടുള്ള പക്കാവട കഴിക്കാം. പക്കാവട പക്കാവട, കൊതിയോറുന്ന പക്കാവട. ചന്തുവിന്റെ ശബ്ദം കേട്ട് അവിടേക്ക് എല്ലാവരും ഓടി വരുമായിരുന്നു പക്കോട കഴിക്കാൻ വേണ്ടി. കുറച്ചു സമയം കൊണ്ട് തന്നെ അവന്റെ പക്കോട വിറ്റ് കഴിയുമായിരുന്നു. ചന്തു അവന്റെ പക്കോട വിറ്റ് കഴിയുമ്പോ വീട്ടിലോട്ട് വരും. കണ്ടോ അമ്മേ, ഇന്ന് നല്ല കച്ചവടമായിരുന്നു. അമ്മയ്ക്കറിയോ, സുന്ദർ നഗരത്തിൽ എല്ലാവർക്കും എൻ്റെ പക്കാവട ഇഷ്ടമാ. അതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങുന്നുണ്ട്. എന്തുപറ്റി? അമ്മ എന്താ വിഷമിച്ചിരിക്കുന്നെ? നീ ഒരുപാട് ഉണ്ടാക്കിയിട്ട് എന്തിനാ? നമുക്ക് രണ്ടുപേർക്കും മാത്രല്ലേ. എത്ര നാളായി പറയണു ഒന്ന് കല്യാണം കഴിക്കാൻ. ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്ങാനാ എനിക്ക് എന്റെ പേരക്കുട്ടികളെ കാണാൻ പറ്റുമോ? ഞാൻ മരുമകളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കാം, പക്ഷെ നീ കല്യാണം കഴിക്കണ്ടേ? അയൽപക്കത്തെ എല്ലാ ആണുങ്ങളും കല്യാണം കഴിച്ചു, അപ്പൊ നീ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ശരി അമ്മേ, അമ്മ പറഞ്ഞാൽ ഞാൻ കല്യാണത്തിന് തയ്യാറാണ്. കച്ചവടമൊക്കെ നന്നായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അമ്മ സന്തോഷമായിരുന്നാൽ എനിക്ക് സന്തോഷമാണ്. ശരി മോനെ, ഞാൻ ഇന്നു തൊട്ട് നിനക്ക് വേണ്ടി പെണ്ണ് അന്വേഷിക്കാം. കുറച്ചു ദിവസം കഴിഞ്ഞ് ചന്തുവിന് നല്ലൊരു കുട്ടിയെ കിട്ടും. അവസാനം അവന്റെ കല്യാണവും നടക്കും. അങ്ങനെ മരുമകൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീടിനൊരു തെളിച്ചം കിട്ടും. ചന്തുവിന്റെ അമ്മയ്ക്ക് സന്തോഷമായി. ലക്ഷ്മി മരുമോളെ, നീ വീട്ടിലെ ശരിക്കൊരു ലക്ഷ്മി തന്നെയാണ് കേട്ടോ. നീ വന്ന് കയറിയപ്പോ തന്നെ എന്ത് തെളിച്ചമ്മാ വീട്ടിന്. അമ്മ, എന്നെ അനുഗ്രഹിക്കൂ. എല്ലാ രീതിയിലും എല്ലാം നല്ലത് വരട്ടെ ഈ വീട്ടിൽ. എനിക്ക് ഉറപ്പുണ്ട് നീ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുമെന്ന്. അതെ, ഇത്രയും ദിവസം നിങ്ങൾ ഒറ്റയ്ക്കല്ലേ പക്കോട ഉണ്ടാക്കിയത്. ഇനി നിങ്ങൾ വിഷമിക്കേണ്ട. പക്കോട ഉണ്ടാക്കുന്ന കാര്യം എന്റെ അടുത്ത് വിട്ടേക്ക്. ഇനി മുതൽ ഞാൻ പക്കോട ഉണ്ടാക്കി തരാം. നിങ്ങൾ അത് കൊണ്ടേ വിൽക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കും സമയം കിട്ടുമല്ലോ. എന്ത് നല്ലതാ എന്റെ മരുമകള്. ചന്തുവിന്റെ എന്റെയും കാര്യങ്ങൾ നന്നായി നോക്കുന്നു. അന്നേ ദിവസം തൊട്ട് ചന്തുവിനെ പക്കോട ഉണ്ടാക്കാൻ സഹായിക്കും. ചന്തുവിന്റെ ജോലി എളുപ്പമായി. ഇപ്പൊ അവൻ രാവിലെ നേരത്തെ എണീറ്റിട്ട് പക്കോട വിൽക്കാൻ പോകുമായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ നല്ലൊരു വരുമാനം കൊണ്ടുവരും. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ചന്തുവിന് പ്രശ്നങ്ങൾ. ചന്തുവിന്റെ ഭാര്യ വന്ന് പ്രശ്നം എന്താന്ന് ചോദിച്ചപ്പോ ചന്തുവിന് പറയേണ്ടി വന്നു. എന്താ പറ്റിയത്? കുറച്ചു ദിവസമായിട്ട് നിങ്ങൾ പ്രശ്നത്തിലാണല്ലോ. എന്താ, എന്നോട് പറയൂ നീ. അതെ ചന്തു മോനെ, കുറച്ചു ദിവസമായിട്ട് നീ ഇങ്ങനെ ഇരിക്കണത് ഞാനും കാണുന്നുണ്ട്. എന്താ പ്രശ്നം? ഞാൻ എല്ലാ ദിവസവും പക്കാവട വിൽക്കാൻ വേണ്ടി ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ കുട്ട നിറഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടുന്ന് മാർക്കറ്റിലെത്തിക്കഴിയുമ്പോൾ കുട്ടയിൽ നിന്ന് പക്കാവട കാണുന്നില്ല. പക്കോട കാണുന്നില്ലെന്നോ? പക്ഷെ ഇത്രയും നാളായിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അത് കുഴപ്പമില്ല, ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി തരാം. ചില സമയത്ത് അങ്ങനെയൊക്കെയാണ്. ചിലപ്പോ നമ്മുടെ മനസ്സിന്റെ തോന്നലായിരിക്കാം. ആ, അതെ അതെ, അതുതന്നെയാണ് കാര്യം. നാളെ കൂടുതൽ പക്കാവട കൊണ്ടുപോകാം. അടുത്ത ദിവസം രാവിലെ ചന്തു കുറച്ച് കൂടുതൽ പക്കോട കൊണ്ടുപോകും. പക്ഷെ അന്നത്തെ ദിവസവും പക്കോട കുറവായിരുന്നു തോന്നി. അവൻ വീട്ടിൽ വന്നിട്ട് ഈ കാര്യം ലക്ഷ്മിയോടും അമ്മയോടും പറയും. അയ്യോ, എന്റെ മകന് ആരാണോ എന്തോ കണ്ണു വിട്ടേക്കുന്നത്. ഏതെങ്കിലും പ്രേതപിശാച് വന്ന് പക്കോട കൊണ്ടുപോവാണോ? എനിക്കെന്തോ ഒരു കുഴപ്പം തോന്നുന്നുണ്ട്. നിങ്ങളൊരു കാര്യം പറഞ്ഞേ, പക്കോട വിൽക്കാനായിട്ട് നിങ്ങൾ പോകുമ്പോ എവിടെയെങ്കിലും കുറച്ചു നേരം നിൽക്കാറുണ്ടോ? ഞാൻ പക്കാവട വിൽക്കാൻ പോയിട്ട് ക്ഷീണം വരുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് നദിയുടെ അടുത്ത് നിർത്താറുണ്ട്. ആ മതി, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. നാളെ കഴിഞ്ഞ് ഈ ഒരു കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. അതിന് നീ എന്താ ചെയ്തേ? നോക്കിക്കോ, ഞാൻ പറയുന്നത് എന്താണോ അതുപോലെ ചെയ്താൽ മാത്രം മതി. ലക്ഷ്മി ഭയങ്കര ബുദ്ധിയുള്ളവളായിരുന്നു. അടുത്ത ദിവസം ചന്തു വിൽക്കാനായിട്ട് പോയപ്പോ നദിയുടെ അടുത്ത് വെള്ളം കുടിക്കാനായിട്ട് നിന്നു. വീണ്ടും പക്കോട വിൽക്കാനായിട്ട് അവൻ പോയി. ചന്തു പക്കോട വിറ്റ് തിരിച്ചു വന്നു. ഇനി നഗരത്തിലെ രാജാവിന്റെ അടുത്ത് പോകൂ. നിങ്ങളുടെ പ്രശ്നം അവരോട് പറയേ. നഗരത്തിലെ രാജാവിന്റെ അടുത്ത് ചന്തു പോയിട്ട് കാര്യങ്ങളൊക്കെ വിശദമായി പറയും. ഇന്ന് നടന്ന സംഭവങ്ങളും രാജാവിന്റെ ചെവിയിൽ ഓതിക്കൊടുക്കും. നീതി എത്രയും പെട്ടെന്ന് നടപ്പിലാകും. മോഷ്ടാക്കളെ ഉടൻ തന്നെ കണ്ടുപിടിക്കും. രാജ്യത്ത് വിളംബരം നടത്തൂ. ചന്തു സന്തോഷത്തോടെ തന്നെ വീട്ടിൽ തിരിച്ചുവരും. നഗരത്തിലെ സന്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും കള്ളന്മാരെ കണ്ടുപിടിക്കാൻ തിരക്കിലായി. നിനക്ക് തോന്നുന്നുണ്ടോ ലക്ഷ്മി, മോഷ്ടാക്കളെ കിട്ടുമെന്ന്? ഉറപ്പായിട്ടും പിടിക്കാൻ പറ്റും. ഞാൻ അങ്ങനത്തെ കുരുക്കല്ലേ ഇട്ടത്. കള്ളൻ അറിയാൻ കൂടെ പാടില്ല അന്നേ ദിവസം പക്കോട വിൽക്കാൻ പോയില്ല എന്ന്. ഞാനാ പക്കോട ഉണ്ടാക്കിയത് തന്നെ ഈ കള്ളന്മാരെ പിടികൂടാനായിരുന്നു. പശയുള്ള പക്കോട എന്തായാലും അവരുടെ കയ്യിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങനത്തെ ഒരു പശയാണ് ഉണ്ടാക്കിയത്. അതെങ്ങനെ പോയാലും കളയാൻ പറ്റില്ല. കള്ളന്മാരുടെ കയ്യിൽ ആ പശയുടെ പക്കോട ഇരുന്ന് അവർക്ക് ഭ്രാന്തായിട്ടുണ്ടാവും. ഇപ്പോ രാജാവ് മൂലം അവർക്കിപ്പോ ഒരു വിവരം കിട്ടും. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷാവും.
ലക്ഷ്മി പക്കോടയിൽ മുഴുവൻ പശ തേച്ചു വെച്ചു. എന്നാലല്ലേ കള്ളന്മാരത് എടുക്കുമ്പോ കയ്യിൽ ഒട്ടിയിരിക്കൂ. പിന്നെ അത് വിടിക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. രാജാവ് മൂലം സന്ദേശം നാട്ടിൽ പാട്ടാകുന്നു. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. രാജാ ബീർബാൽ ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം കണ്ടത് ചില ആളുകളുടെ കയ്യിൽ പക്കാവട ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. രാജാ ബീർബാൽ തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് രാജഗുരുവിനോട് പറഞ്ഞു. അപ്പോൾ രാജഗുരു പറഞ്ഞു, അങ്ങനെയുള്ളവരെ നേരിട്ട് കാണുന്നത് രാജാ ബീർബാലിന് വളരെ ശുഭകരമാണ്. അതുകൊണ്ട് രാജാ ബീർബാൽ അവർക്ക് പാരിതോഷികം നൽകുന്നതാണ്. ആരുടെ കയ്യിലാണോ പക്കാവട ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവർ ഈ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് പാരിതോഷികം നൽകും. അവർ രാജാ ബീർബാലിൻ്റെ അടുത്ത് ചെല്ലേണ്ടതാണ്. ഇതനുസരിച്ച് ചെല്ലുന്നവർക്ക് രാജാ ബീർബാൽ ഉറപ്പായും പാരിതോഷികമായിട്ട് 1000 സ്വർണ്ണ നാണയങ്ങൾ നൽകുന്നതാണ്. എടാ അളിയ, നീ കേട്ടില്ലേ സ്വർണം കിട്ടുമെന്ന്? നമ്മുടെ കയ്യിൽ പക്കാവട ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ രാജാ ബീർബാലിൻ്റെ അടുത്തേക്ക് പോകാം. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആദ്യമേ ചെല്ലും. ഗ്രാമത്തിലെ ഒരുപാട് പേര് ചന്തുവിൻ്റെ പക്കാവട തിന്നുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് പേരുടെ കയ്യിൽ പക്കാവട ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാവും. ഈ പാരിതോഷികം നമുക്ക് തന്നെ കിട്ടണം. നീ പറഞ്ഞത് ശരിയാണ് ജഗ്ഗു. നമുക്കുടനെ തന്നെ കൊട്ടാരത്തിലേക്ക് പോകാം. ഈശ്വര, ഇതൊരു അത്ഭുത പക്കാവടയാണല്ലോ. കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. സ്വപ്നത്തിൽ അദ്ദേഹം ഇത് തന്നെയല്ല കണ്ടത്. നമ്മുടെ ഭാഗ്യം തെളിഞ്ഞോ. ലക്ഷ്മിയുടെ ബുദ്ധി ശരിക്കും നല്ലതായിരുന്നു. കള്ളന്മാരെ പിടിച്ചു. രാജാവിന്റെ ദർബാറിന്റെ മുമ്പിൽ ജഗ്ഗുവും രഘുവും വന്നപ്പോഴേക്കും എല്ലാ സത്യങ്ങളും പുറത്തോട്ട് വന്നു. ഈ മോഷ്ടാക്കളെ ഇപ്പോൾ തന്നെ കാരാഗൃഹത്തിൽ അടയ്ക്കൂ. ഇനി ആരും നമ്മുടെ രാജ്യത്ത് മോഷ്ടിക്കാൻ പാടില്ല. ലക്ഷ്മി, നീ മിടുക്കിയാണ്. എന്റെ രാജ്യത്ത് നിന്നെപ്പോലെയുള്ളവരെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. പാരിതോഷികമായി ഇതാ 1000 സ്വർണ്ണ നാണയം നിനക്കുള്ളതാണ്. നിന്റെ കഴിവിനുള്ള അംഗീകാരം. ലക്ഷ്മി കിട്ടിയ സമ്മാനം കൊണ്ട് സന്തോഷത്തോടെ ചന്തുവിന്റെ കൂടെ വീട്ടിലോട്ട് വരും. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, എന്റെ മരുമകള് പേര് മാത്രല്ല ലക്ഷ്മി, അവള് ശരിക്കും ഈ വീടിന്റെ ലക്ഷ്മി തന്നെയാ. നന്നായിട്ടിരിക്കെ, സന്തോഷത്തോടെ ജീവിക്ക് രണ്ടുപേരും. ഈ കഥ ജഗ്ഗി എന്ന പക്കോടക്കാരന്റെ കഥയാണ്. ജഗ്ഗിയുടെ ഭാര്യ സീമയും ജഗ്ഗിയും ചേർന്ന് പക്കോട വിൽക്കുമായിരുന്നു. ജഗ്ഗിയുടെ പക്കോട ആൾക്കാർക്കിടയിൽ വലിയ പ്രസിദ്ധമാണ്. ഒരു പ്രാവശ്യം വരുന്നവർ വീണ്ടും വീണ്ടും അവിടെ വരാൻ ആഗ്രഹിക്കുന്നു. പക്കോട കഴിക്കാം, പക്കോട, ചൂടുള്ള പക്കോട, സവാള പക്കോട, ഉരുളക്കിഴങ്ങ് പക്കോട, മുളക് പക്കോട. ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും വരും. രാജുവും സുഹൃത്ത് ദിനകറും ഇന്ന് പക്കോട കഴിക്കാൻ തോന്നിയപ്പോൾ അവർ അടുത്തുള്ള ഏറ്റവും ഫേമസ് ആയ കട ജഗ്ഗി പക്കോട കടയിലേക്ക് വന്നു. ഇന്ന് ശരിയായ സമയത്താണ് നമ്മൾ ഇറങ്ങിയത്. അല്ലെങ്കിൽ എപ്പോഴാണോ ജഗ്ഗിയുടെ കടയിൽ എത്തുന്നത് അപ്പോൾ കടയിലെ പക്കോടകളെല്ലാം തീർന്നിട്ടുണ്ടാകും. ഇന്ന് ഒന്നിച്ചു പക്കോട കഴിക്കാമല്ലോ. ജഗ്ഗിയുടെ മുളക് പക്കോട എത്ര സ്വാദിഷ്ടമാണെന്നോ. എന്തു പറയാനാ, ഒരിക്കൽ എന്റെ ഭാര്യ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാനെന്ന് അവൾക്ക് ജഗ്ഗിയുടെ പക്കോട കൊണ്ടുകൊടുത്തു. എന്തു പറയാനാ രാജു, നിനക്കറിയോ, അന്നു മുതൽ ഇന്നുവരെ എന്റെ ഭാര്യ എന്നോട് ശബ്ദമുയർത്തി സംസാരിക്കാറ് പോലുമില്ല. ദേഷ്യപ്പെടുന്ന കാര്യമേയില്ല. രാജുവും ദിനകറും സംസാരിച്ചുകൊണ്ട് ജഗ്ഗുവിന്റെ കടയുടെ അടുത്തെത്തി. അപ്പോൾ അവർ ദൂരെ നിന്ന് തന്നെ ഒരു ആൾക്കൂട്ടം കണ്ടു. ഹേയ് ദിനകർ, ഇന്നും നമ്മൾ ലേറ്റായല്ലോ. കണ്ടോ, ജഗ്ഗിയുടെ കടയിൽ ആൾക്കൂട്ടം കാണുന്നുണ്ടല്ലേ? ദിനകർ കടയിലേക്ക് നോക്കി. പക്ഷെ അയാൾക്കൊരു കാര്യം വ്യത്യസ്തമായി തോന്നി. അയാൾ കണ്ടു, കടയ്ക്ക് പുറത്തുണ്ടായിരുന്ന കുറച്ചു പേരുടെ കയ്യിൽ വടിയും കുറച്ചു പേർ കല്ലും എടുത്തു വെച്ചിരിക്കുന്നു. ഏയ് രാജു ഭായ്, ആൾക്കൂട്ടം കാണുന്നുണ്ട്. പക്ഷെ കല്ലും കമ്പും എന്തിനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തോ? അവർക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നതിനു മുമ്പ് തന്നെ ആൾക്കാരുടെ ഉച്ചത്തിലുള്ള ബഹളം കേൾക്കാൻ തുടങ്ങി. അവരെല്ലാം വളരെ ദേഷ്യത്തിലുമായിരുന്നു. അടിക്കൂ അവനെ, അവനെ വെറുതെ വിടരുത്. അടിക്കൂ, അടിക്കൂ അവനെ. അതിനുശേഷം ദിനകറും രാജുവും അവിടെ കൂടിയിരുന്ന ആൾക്കാർ ജഗ്ഗിയെ കടയ്ക്ക് പുറത്തു കൊണ്ടുവരുന്നത് കണ്ടു. പുറത്തിറങ്ങ്, പുറത്തേക്കിറങ്ങി വാ. ഇന്ന് ഞങ്ങൾ നിന്റെ ചെയ്തികൾക്കെല്ലാമുള്ള ശിക്ഷ തരുന്നുണ്ട്. അത് നിന്റെ ജീവിതം മുഴുവൻ ഓർക്കുകയും ചെയ്യും. ഇത് പറഞ്ഞുകൊണ്ട് കൂട്ടത്തിലൊരാൾ അയാളുടെ വടികൊണ്ട് ജഗ്ഗുവിനെ ആഞ്ഞടിച്ചു. ജഗ്ഗു ഉറക്കെ നിലവിളിച്ചു. അതിനുശേഷം ഒരുപാട് പേർ അയാളെ വടികൊണ്ടടിക്കാൻ തുടങ്ങി. അയാളുടെ തല പൊട്ടി ചോര ഒഴുകി. അയാൾ ആൾക്കാരുടെ അടുത്ത് ക്ഷമ ചോദിച്ചു. എന്നെ വിടൂ, എന്നെ വിട്ടാലും. നിന്നെ വിടാനോ? നിന്നെ പോലെ വൃത്തികെട്ടവനെ വെറുതെ വിടുന്നതിനർത്ഥം ഇതുപോലെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ നിന്നെ അനുവദിക്കുക എന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് കൂട്ടത്തിലൊരാൾ കല്ലെടുത്ത് ജഗ്ഗുവിന്റെ നേരെ എറിഞ്ഞു. ഇത് കണ്ട് ജഗ്ഗു കടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. ഇവരെല്ലാം കൂടി എന്റെ ജീവൻ എടുക്കും. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം.
ജഗ്ഗു ഫ്രണ്ടിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരുന്നു. ആൾക്കാർ പുറകെയും. രാജുവിനും ദിനകരനും ആൾക്കാരിങ്ങനെ ജഗ്ഗുവിനെ ഓടിക്കാനുള്ള കാരണം മനസ്സിലായില്ല. ആൾക്കാർ എന്തിനാണ് ഇയാളെ വൃത്തികെട്ട പക്കോടക്കാരൻ എന്ന് വിളിക്കുന്നത്? ജഗ്ഗുവിനെ ആൾക്കാർ ഇങ്ങനെ ഓടിക്കാൻ കാരണം എന്തെന്ന് മനസ്സിലാക്കാൻ കുറച്ചു ദിവസം പുറകിലേക്ക് പോകണം. 410, 420, 490, 500. ഇന്നത്തെ കൂലി 500 കിട്ടി. ഇങ്ങനെ കൂലി കിട്ടിക്കൊണ്ടിരുന്നാൽ നിനക്ക് വെള്ളിക്കൊലുസുണ്ടാക്കി തരാം. ഏയ്, എനിക്ക് കൊലുസൊന്നും വേണ്ട. എന്തുപറ്റി? എപ്പോഴും ആഭരണങ്ങളെ പറ്റി പറയാറുണ്ടല്ലോ. ആ, ആഭരണങ്ങൾ എനിക്ക് വേണം, പക്ഷേ സത്യസന്ധമായി ഉണ്ടാക്കുന്നതിൽ നിന്ന്. ഹേയ്, ഞാനെന്താ കള്ളക്കടത്ത് നടത്തുന്നോ? പണിയെടുത്തല്ലേ കാശുണ്ടാക്കുന്നത്. നോക്കൂ, ഇത് നിങ്ങൾക്കും അറിയാം. പൈസ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പക്കോട ഉണ്ടാക്കാൻ താങ്കൾ എന്ത് ചെയ്യുന്നെന്ന് ആർക്കെങ്കിലും അത് മനസ്സിലായാൽ കാര്യം കൈവിട്ടു പോകും. താങ്കളെ വെറുതെ വിടുകയുമില്ല. നീ മിണ്ടാതിരി, വായിട്ടലക്കാതെ. ഞാൻ എങ്ങനെ ഇത്രയും നാൾ പക്കോട വിറ്റുവോ അങ്ങനെ തന്നെ ചെയ്യും. ജഗ്ഗു വളരെ വൃത്തികെട്ട മനുഷ്യനായിരുന്നു. പക്കോട വിറ്റിരുന്നത് വളരെ മോശം രീതിയിലായിരുന്നു. ആദ്യം പക്കോട മാവ് ഉരുട്ടി തന്റെ കക്ഷത്ത് വെച്ച് അമർത്തി ഷേപ്പ് വരുത്തിയാണ് ഉണ്ടാക്കിയിരുന്നത്. അത് ചെയ്യുന്നതിൽ അയാൾക്ക് വളരെ ആനന്ദവും ഉണ്ടായിരുന്നു. പക്കോടയ്ക്ക് ഉണ്ട ഉരുട്ടി വെച്ചു. ഇനി ഇതെന്റെ വൃത്തികെട്ട നാറ്റമുള്ള കക്ഷത്ത് വെച്ച് അമർത്തിയെടുക്കാം. ഹാ, ഇതമർന്നു. ഇനി ഇതിനെ കടായിലോട്ടിടാം. ഇത് പറഞ്ഞുകൊണ്ട് പക്കോട കടായിലേക്കിട്ടു. കടായിൽ നിന്ന് തിരിച്ചെടുത്ത പക്കോടകൾ അയാൾ ശ്രദ്ധയോടെ നോക്കി. മനസ്സിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ റെഡിയായി യഥാർത്ഥ പക്കോടകൾ. സീമ, എനിക്ക് കൂടുതൽ മാവ് തരൂ. പക്കോട ഇനിയും ഉരുട്ടാനുണ്ട്. സീമ എന്നും തന്റെ ഭർത്താവ് ഈ വൃത്തികെട്ട രീതി പിന്തുടരുന്നത് കണ്ട് അയാളെ തടഞ്ഞിരുന്നു. എന്നാൽ അയാൾക്ക് ഈ വൃത്തികേടിന് ഒരു അതിരുണ്ടായിരുന്നില്ല. ഹേയ്, എന്താണ് നീ എന്നും ഇങ്ങനെ ചിക് ചിക് എന്ന് പറഞ്ഞു പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല. ബുക്കുകളിൽ എഴുതിയിട്ടുണ്ട്, വിയർപ്പ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ വില വലുതാണെന്ന്. ഞാനും വിയർപ്പ് കൊണ്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. എന്റെ കക്ഷത്തെ വിയർപ്പിന്റെ പൈസ. അതാണ് ഈ പക്കോടകൾക്ക് സ്വാദുണ്ടാകുന്നത്. അതാണ് ആൾക്കാർ വീണ്ടും വീണ്ടും കടയിലേക്ക് വരുന്നതും. ഇതാ, നീയും കഴിക്ക് എന്റെ വിയർപ്പിന്റെ പക്കോട. എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ പക്കോട. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ വൃത്തികേട് ഇവിടെ വെച്ച് നിർത്തൂ. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരൂ. പക്ഷെ ജഗ്ഗുവിന് തന്റെ ഭാര്യ പറഞ്ഞത് ഒട്ടും തന്നെ ചെവിക്കൊണ്ടിട്ടില്ല. അയാൾ ആ വൃത്തികേട് കാണിച്ചുകൊണ്ടേയിരുന്നു. തന്റെ ഉപഭോക്താക്കളെ അയാൾ ഇത്രയധികം വിശ്വസിച്ചിരുന്നു. അവർക്ക് എന്നും വിയർപ്പിൽ കുതിർന്ന പക്കോടകളാണ് നൽകിയിരുന്നത്. കാലം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ജഗ്ഗിയുടെ വൃത്തികേട് മാറിയില്ല. ഇതിനിടയ്ക്ക് സീമ ഗർഭിണിയായി. സീമ വളരെ സന്തോഷവതിയായിരുന്നു. ജഗ്ഗുവും ഈ വാർത്ത കേട്ട് വളരെ സന്തോഷിച്ചു. വൗ, സീമ നോക്കൂ, ഭഗവാന്റെ കൃപ നമ്മളിൽ എങ്ങനെയാണ് നിറഞ്ഞു പെയ്യുന്നതെന്ന്. ആ, കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ജോലി കളയുന്നു. ഇനി നമ്മുടെ കുട്ടി വരാൻ പോവുകയാണ്. ഓ, നീ വീണ്ടും തുടങ്ങിയോ? നിനക്കെന്താ പ്രശ്നം എന്റെ പ്രവൃത്തിയോട്? എനിക്ക് തോന്നുന്നു എന്റെ ഏറ്റവും വലിയ ശത്രു നീയാണെന്ന്. ഒരു പ്രാവശ്യം വീണ്ടും ജഗ്ഗു തന്റെ ഭാര്യയെ നിശബ്ദയാക്കി. തന്റെ വൃത്തികേടിൽ മുഴുകിയിരുന്നു. പക്ഷേ പറയാറില്ലേ, തെറ്റ് എത്ര ഒളിച്ചു വെച്ചാലും ഒരു ദിവസം മറന്നീക്കി പുറത്തു വരുമെന്ന്. അതിനുശേഷം ഇതുവരെ ചെയ്ത എല്ലാ തെറ്റിനുമുള്ള പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. ഒരു ദിവസം ജഗ്ഗു പക്കോട ഉണ്ടാക്കാൻ വേണ്ടി പക്കോടകൾ തന്റെ കക്ഷത്ത് വെച്ച് അമർത്തുകയായിരുന്നു. പിന്നെ പതിയെ കടായിലേക്ക് ഇടുകയുമായിരുന്നു. അപ്പോൾ ദൂരെ നിന്ന ഒരാളുടെ കണ്ണുകൾ അവിടെ പതിഞ്ഞു. ഹേയ്, പക്കോടക്കാരൻ എന്താണ് ഇത്ര സ്പീഡിൽ ചെയ്യുന്നത്? ഓ അയ്യേ, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് ഈ ചെയ്തികൾ കണ്ടിട്ട്. പെട്ടെന്ന് അയാൾ ജഗ്ഗിയുടെ വീഡിയോ എടുത്തു. പിന്നെ ജഗ്ഗിയുടെ കടയിലേക്ക് പോയി. ഹേ ജഗ്ഗി, നീ ഇത്ര വൃത്തികെട്ടവനോ? ആൾക്കാർ നിന്നെ എത്ര വിശ്വസിക്കുന്നു. ഇവിടെ നീ അവർക്ക് അഴുക്ക പക്കോടകൾ കൊടുക്കുന്നോ? ഓ, അഴുക്ക പക്കോടയോ? താങ്കൾ എന്താണ് ഈ പറയുന്നത് ഭായ്? കൂടുതൽ നിഷ്കളങ്കനാകരുതേ. സത്യം പറയൂ, പക്കോടകൾ ഉണ്ടാക്കുന്നതിന് മുൻപ് നീ കക്ഷത്ത് വെച്ച് അമർത്തുന്നുണ്ട്. ഹേയ് ഛീ, ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ വളരെ വൃത്തിയോടെയാണ് ഈ ജോലി ചെയ്യുന്നത്. ഹേയ് സീമ, സാറിനോട് പറയൂ. സീമ ജഗ്ഗിക്ക് ഒരു മറുപടിയും കൊടുത്തില്ല. അവൾ അവിടെ തല താഴ്ത്തി നിന്നു. അയാൾക്ക് മനസ്സിലായി ജഗ്ഗി ഇതുപോലെയൊന്നും പറയുന്ന കാര്യം മനസ്സിലാക്കില്ലെന്ന്. അയാൾ ഉണ്ടാക്കിയ വീഡിയോ എടുത്ത് ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഈ വീഡിയോ കണ്ടവർക്കെല്ലാം മനംപുരട്ടലുണ്ടായി. അയ്യേ, ചീ ചീ, ദൈവമേ, ഞാനും അയാളുടെ പക്കോട കഴിച്ചിട്ടുണ്ടല്ലോ. അവൻ ഇങ്ങനെയാണോ പക്കോട ഉണ്ടാക്കുന്നത്? ഇത് അയാൾ ആൾക്കാരുടെ ആരോഗ്യം വെച്ച് കളിക്കുകയാണല്ലോ. ആ വീഡിയോ ഒരാളിൽ നിന്ന് 10 പേരിലേക്ക്, 10ൽ നിന്ന് 100, 100ൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി. വൈറലായി. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും വളരെ ദേഷ്യം തോന്നി. ഈ ദേഷ്യത്താൽ എല്ലാവരും കമ്പും വടിയുമായി ജഗ്ഗിയുടെ കടയിലെത്തി. ഇന്ന് വിടില്ല ഇവനെ. ഇയാളുടെ എല്ലാ വൃത്തികേടുകളും നമ്മൾ ഇന്ന് മാറ്റും. കൊല്ലും അയാളെ ഇന്ന്. എല്ലാവരും കൂടെ അയാളെ പിടിച്ചു. വീണ്ടും എല്ലാവരും ചേർന്ന് തല്ലാൻ തുടങ്ങി. അപ്പോൾ ഭാര്യ സീമ ഓടിക്കൊണ്ട് അവിടെ വന്നു. ആൾക്കാരോട് കൈകൂപ്പിക്കൊണ്ട് അവൾ പറഞ്ഞു, എനിക്കറിയാം ഈ തെറ്റ് മാപ്പർഹിക്കുന്നതല്ലെന്ന്. ഇയാൾ നിങ്ങളോട് വിശ്വാസവഞ്ചനയാണ് കാണിച്ചത്. നിങ്ങളുടെ ആരോഗ്യം വെച്ച് കളിച്ചു. നിങ്ങൾ ഇയാളെ കൊന്നുകളഞ്ഞാൽ എന്റെ വയറ്റിലുള്ള കുഞ്ഞിന് അച്ഛനില്ലാതെ പോകും. ഭഗവാനെ ഓർത്ത് എന്റെ കുട്ടിയോട് കരുണ കാണിച്ച് ഇയാളെ വെറുതെ വിട്ടാലും. ഒരു ഗർഭിണി സ്ത്രീയുടെ കരച്ചിൽ കേട്ട് ആൾക്കാരുടെ മനസ്സലിഞ്ഞു.
അവർ ഒരു ഉടമ്പടി വെച്ച് അയാളെ വെറുതെ വിട്ടു. കാതു തുറന്നു കേൾക്കൂ, ഞങ്ങൾ നിന്നെ വെറുതെ വിടുന്നു. പക്ഷെ ഇനി ഇതുപോലെ പക്കോട ഇവിടെ വിൽക്കരുത്. ഈ സ്ഥലം വിട്ട് നീ പോണം. സീമ വാക്കുകൊടുത്തു. ജഗ്ഗിക്ക് ആ സ്ഥലം വിടേണ്ടി വന്നു. ജഗ്ഗിയോട് എപ്പോഴും അയാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അയാൾക്ക്. ഒരു ദിവസം ഈ ശീലം കാരണം തന്റെ ജീവനും ഭോജനത്തിനുമുള്ള വഴിയും കട നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സ്ഥലവും വിടേണ്ടി വന്നു. ഇപ്പോൾ എവിടെയാണോ പുതിയ കടയുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവിടെ അയാൾക്ക് പഴയ തെറ്റുകൾ ഓർമ്മ വരാറുണ്ട്. ഇപ്പോൾ അയാൾക്ക് തന്റെ ചെയ്തികളിൽ ദുഃഖവുമുണ്ട്. പക്ഷേ കഴിഞ്ഞ കാര്യമോർത്ത് പശ്ചാത്തപിച്ചിട്ട് എന്ത് കാര്യം? Thanks for watching.